ഹായ്, എൻ്റെ പേര് നിഹാല. ഞാനാണ് ഹാൻ അക്കാദമിയുടെ ക്ലാസ് കോർഡിനേറ്റർ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഒരു വെബിനാർ റെക്കോർഡഡ് വെബിനാറാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വെബിനാർ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വെബിനാർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളെല്ലാവരും ദയവ് ചെയ്തിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ അതുപോലെ നമ്മുടെ ഹാൻ അക്കാദമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് മാങ്കാവാണ്. മാങ്കാവ് ലുലു മാളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം വെബിനാറിൽ ഇപ്പോൾ നമ്മൾ റെസിനാട്ടിൽ ഇപ്പം പല ആളുകളും റെസിനാട്ട് ഇതിനു മുമ്പ് ചെയ്തവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും, ചെയ്തിട്ട് പാളി പോയവരുണ്ടാവും. അങ്ങനെ പല ടൈപ്പിലുള്ള ആളുകൾ നമ്മുടെ ഈ ഒരു വെബിനാറിൽ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും. അപ്പം എന്താണ് റെസിനാട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. റെസിനാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിനും ഹാർഡ്നറും തമ്മിലുള്ള, അതായത് രണ്ട് കെമിക്കൽ തമ്മിൽ ചേർന്നിട്ടുണ്ടാക്കുന്ന ആർട്ട് വർക്കുകളെയാണ് നമ്മൾ റെസിനാട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കെമിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് കേട്ടോ. പേടിക്കാനുള്ളൊരു കെമിക്കൽ കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു മാസ്കും ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പേടിക്കാനുള്ളൊരു കെമിക്കൽ ആയിട്ടല്ല. പെയിൻറ്റ് പോലത്തെ ഒരു കെമിക്കലാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ക്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, കീ ചെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, കോസ്റ്റർ, വരമാല പ്രിസർവേഷൻ, അറബിക് കാലിഗ്രഫി, 3D ആർട്ട്, ഓഷ്യൻ ആർട്ട്, വാൾ ആർട്ട്, ഫോട്ടോ ഫ്രെയിം ഒക്കെ നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കൂടാതെ അഡ്വാൻസ് ലെവലിലുള്ള നിങ്ങൾക്കിപ്പം ഫർണിച്ചറിലൊക്കെ യൂസ് ചെയ്യാം, ചെയറൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള എല്ലാ ആർട്ട് വർക്കുകളും നമുക്ക് റെസിൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈ റെസിനാട്ട് പഠിച്ചിട്ട് ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഇതിന് സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന അമ്മമാരെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക്, വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ടൈമിൽ അവർക്ക് അവരുടേതായ രീതിയിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. എന്നിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അവർക്കത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ത്രൂ തന്നെ ഒരുപാട് പേര് വീട്ടമ്മമാർ പഠിച്ചിട്ട് സ്വന്തമായിട്ട് ബിസിനസ്സും അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു വരമാല പ്രിസർവേഷന്, അറബിക് കാലിഗ്രഫി തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നന്നായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. പിന്നെ നമുക്ക് എൻക്വയറി ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മകന് വേണ്ടിയിട്ടാണ്, എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. നിങ്ങൾക്കും ഇത് പഠിക്കാം. കാരണം നമുക്ക് വൈഫും ഹസ്ബൻഡും ആയിട്ട് പഠിക്കുന്നവരുണ്ട്, കുട്ടികളും മക്കളും ആയിട്ട് ഫാമിലി ആയിട്ട് ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പം പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടേത് ലൈവ് ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരും. അതായത് നിങ്ങൾ ലൈവിൽ തന്നെ നിങ്ങൾക്ക് മിസ്സിനോട് ഡൗട്ട്സ് ചോദിച്ച് അപ്പം തന്നെ ക്ലിയർ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രയും നല്ല ക്ലാസ് ആണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കുള്ള ഒരു ഡൗട്ടായിരിക്കും, ഈ റെസിനാട്ടിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ നാട്ടിൽ നമുക്ക് ഗ്രാഫ് ഷോപ്പിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. ഇത് വാങ്ങിക്കാനായിട്ടുള്ള ലിങ്കും സൈറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ വിദേശത്തുള്ള ഒരാളാണ് റെസിനാട്ട് പഠിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അവർക്ക് അവിടുന്ന് തെമു എന്ന് പറയുന്ന ആപ്പിൽ ഈ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അവർക്ക് ഓർഡർ ചെയ്താൽ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് വാങ്ങിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഹാൻ അക്കാദമിയുടെ കിറ്റ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. നമ്മൾ അത് ഫ്രീ ഡെലിവറി കാര്യങ്ങളാണ്. ക്ലോക്ക്, കീ ചെയിൻ, കോസ്റ്റർ ചെയ്യാനുള്ള ഫുൾ മെറ്റീരിയൽസ് ഇതിലുണ്ടാവും. അധികം മെറ്റീരിയൽസും നിങ്ങൾക്ക് റീയൂസബിൾ ആയിരിക്കും. ഇനി വിദേശത്തുള്ളവർക്ക് നമ്മുടെ ഈ ഹാൻ അക്കാദമിയുടെ കിറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ കസിൻസോ റിലേറ്റീവ്സോ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സിലോട്ട് നമുക്ക് ഈ ഒരു കിറ്റും കാര്യങ്ങളും കൊറിയർ അയച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഈ റെസിനാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രഗ്നൻറ്റ് ലേഡീസ് നമുക്ക് എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ റെസിനാട്ടിൻ്റെ വർക്കൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊരു കെമിക്കലാണല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പറ്റിയെന്ന് വരില്ല. അതേച്ച് വലിയ കെമിക്കലും കാര്യങ്ങളല്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വലിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഓർമ്മകളൊക്കെ സൂക്ഷിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. ഇപ്പം നമ്മുടെ ഈ ന്യൂ ബോൺ ബേബീസിൻ്റെ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടാവും. വള, കരിവള, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ ഹിന്ദുസിൻ്റെ മാരേജിനൊക്കെ യൂസ് ചെയ്യുന്ന മാലകൾ, ഇതൊക്കെ നമ്മളൊരു ഓർമ്മയായിട്ട് സൂക്ഷിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ളത് തന്നെയാണ് റെസിനാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് പ്രിസർവ് ചെയ്തിട്ട് വെക്കാം. ഇതൊന്നും പറ്റില്ല, ഒരു കേടുപാട് നമുക്ക് പറ്റില്ല. നമുക്കത് എത്ര കാലം വേണമെങ്കിലും ഓർമ്മിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കത് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് നല്ല സന്തോഷം. ഇപ്പോൾ ഈ റെസിനാട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ ക്ലാസ്സൊക്കെ ഇപ്പോൾ ഇവിടെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്
ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലാസ്സൊക്കെ ലൈവ് ക്ലാസ് ആണോ എന്ന് ചോദിക്കുക. ലൈവ് ഓൺലൈൻ ക്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ കറക്റ്റ് ഒരു മിസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ, നിങ്ങളെ പഠിപ്പിച്ച് തരാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഹാൻ അക്കാദമിയുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ലൈവായിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് രാത്രിയാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ലൈവിൽ മിസ്സിൻ്റെ കൂടെ നിന്നിട്ടാണ് നിങ്ങൾ വർക്കൊക്കെ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ മിസ്സിൻ്റെ കൂടെ തന്നെ ചെയ്യുമ്പോഴുള്ള ഇതെന്താ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ വരുന്ന ഡൗട്ട്സ് ഒക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പം തന്നെ ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ നമ്മുടെ ഓരോ ബാച്ചിനും ഇപ്പോൾ നമ്മൾ ഒരു മാസം ഒരുപാട് ബാച്ചുകൾ നടക്കുന്നുണ്ട്. ഓരോ ബാച്ചിനും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ക്ലാസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ ലൈവിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. രാത്രി ആക്കാനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ട്, പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം രാത്രി 8 മണിക്കായിരിക്കും അവർക്കൊന്ന് ഫ്രീ ആവുക. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് കൂളായിട്ട് ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സമയം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട, നിങ്ങൾക്ക് അടുത്ത ലൈവിൽ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. പഠിക്കുന്നത് വരെ എത്ര ലൈവ് ക്ലാസ്സിൽ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് ആ സമയം വരെ പഠിപ്പിച്ചു തരാൻ നമ്മൾ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓൺലൈൻ ലൈവ് മാസ്റ്റർ ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾ ആഫ്റ്റർ ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പം ഈ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളും നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ സെയിൽ ചെയ്യാം, ഈ പ്രൊഡക്റ്റുകളൊക്കെ എവിടെ നിന്നാണ് ബൾക്കായിട്ട് വാങ്ങിക്കാൻ പറ്റുക, ഇപ്പം നിങ്ങൾ ഈ ഒരു ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് വിൽക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്കുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. ആൾ ഇതുപോലെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ആർട്ട് വർക്കായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുമ്പോഴേ ഭയങ്കര ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, അത് എനിക്ക് പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആൾ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അന്ന് ചെയ്ത ആ വർക്കിൻ്റെ ഫോട്ടോ ആളെടുത്തിട്ട് വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് വെച്ചതാണ്. അയാളുടെ ഒരു സന്തോഷം കൊണ്ട് ആളെടുത്ത് വെച്ചതേ ഉള്ളൂ. പക്ഷേ അത് ഒരു 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ അയാൾക്ക് 2 ഓർഡർ കിട്ടിയെന്നാണ് പറഞ്ഞത്. കാരണം ഒന്ന് അവരുടെ ഫ്രണ്ടിന് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ക്ലോക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാൾക്ക് അവരുടെ ഒരു കസിന് വേണ്ടിയിട്ടായിരുന്നു, അവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും, ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാനും പറ്റും. അപ്പം അത്രയും നല്ല ക്ലാസ്സും കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള ക്ലോക്കുകളാണ് കേട്ടോ. ഓക്കെ, അപ്പം ഒരുപാട് ക്ലോക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോക്കിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 1000 രൂപയുടെ താഴത്ത് നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ ഇത് വിൽക്കുന്ന സമയത്ത് നമുക്ക് 2800 മുതൽ 3000 രൂപ വരെ നമുക്കിത് വിൽക്കാൻ പറ്റും. ഓക്കെ, അത്രക്കും ഇതുണ്ട്. അതായത് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് റെസിനാട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഇതൊന്ന് പിന്നോട്ട് നിൽക്കരുത്. ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ചെയ്തിട്ടുള്ള വർക്കാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയും നല്ലോണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് നല്ലപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ അത്രയും മനസ്സിലാക്കിയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പറയാനുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്നുകൊണ്ട് പുറത്തേക്കൊന്നും പോകാനുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളനുസരിച്ച് അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇൻകം കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് റെസിനാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ അഡ്മിഷനും കാര്യങ്ങളും എടുത്ത് പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നിട്ടുള്ള ബാച്ചിലുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ഇപ്പോഴും ഒരു കണക്ഷനും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് ഓർഡർ കിട്ടുമ്പോൾ അവർ നമ്മളെ വിളിക്കാറുണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കാറുണ്ട്. അതിനായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ പേഴ്സണലി അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാവരായിട്ടും ഒരു കണക്ഷനും കാര്യങ്ങളും ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും കൂടെ പഠിക്കാവുന്ന രീതിയിൽ എല്ലാവർക്കും പഠിച്ചു പോകാൻ പറ്റുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഡൗട്ടായിരിക്കും, നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് എങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്നത്,
ഒരുപാട് പേയ്മെൻറ്റ്സ് വരുന്നുണ്ടോ? ഒരുപാട് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വെറും 1450 രൂപയെ വരുന്നുള്ളൂ. അതും കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതെല്ലാവരും പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ ഇപ്പോഴും കൊടുക്കുന്നത്. ഇതൊരു ഓഫർ പ്രൈസ് ആണ്. അതും കൂടാതെ ലൈവ് ക്ലാസ് ആണ് കൊടുക്കുന്നത്. ലൈവിൽ മിസ്സിൻ്റെ കൂടെ നിന്നിട്ടാണ് വർക്കൊക്കെ ചെയ്ത് പഠിക്കുന്നത്. ലൈവ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ ഡൗട്ട്സൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ ലൈവ് ക്ലാസ് മിസ്സാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ലൈവിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. അടുത്ത ലൈവിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. പഠിക്കുന്നത് വരെ എത്ര ലൈവ് ക്ലാസ്സിൽ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, ബൈ.